ഹലോ ഫ്രണ്ട്സ്, കേരള കാസിൻ്റെ മറ്റു പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നൊരു വീഡിയോ ചെയ്യുന്നു പറഞ്ഞത് ചിലപ്പോൾ കുറച്ചൊരു ലെങ്ത്ത് കൂടിയാൽ നിങ്ങൾ ക്ഷമിക്കുക, നമുക്കത് കണ്ട് എന്താ കാര്യം എന്നല്ല പറയാം. ഒരുപക്ഷെ തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് പലർക്കും കാര്യം മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ സ്ഥിരമായിട്ട് എടുക്കുന്നൊരു വാഹനമാണ് ടയോട്ടയുടെ ഇനോവ ക്രിസ്റ്റ എന്നുള്ളൊരു വണ്ടി. അപ്പോൾ ഇത് പുറത്തുനിന്ന് ഡൽഹി, ഹരിയാന, യു പി എന്നൊക്കെ എൻ്റെ ഊഹം ശരിയാണെങ്കിൽ തന്നെ ഞാൻ എൻ്റെ ചാനലിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നമ്പേഴ്സ് നമ്മൾ വണ്ടി സെയിൽ ചെയ്തിട്ടുണ്ട്. പലതിൻ്റെ വീഡിയോസ് കാര്യങ്ങളെല്ലാം റിവ്യൂ ആയിട്ടൊക്കെ നമ്മൾ കിടപ്പുണ്ട്. അപ്പോൾ ഇങ്ങനെ വീഡിയോ ഇട്ട് ലാസ്റ്റ് വന്ന 1-2 കൃഷ്ണയുടെയൊക്കെ വീഡിയോയുടെ താഴെ വന്നൊരു കമൻ്റ് ആയിരുന്നു. ഈ AC വിൻഡിൻ്റെ സൈഡ്, റൈറ്റ് സൈഡ് AC വിൻഡിൻ്റെ സൈഡിൽ ഒരു ക്രാക്ക് കാണാറുണ്ട്. അപ്പോൾ ഇത് മീറ്റർ അയക്കുമ്പോൾ പൊട്ടുന്നതാണ് എന്ന് പറഞ്ഞിട്ട് പലരും കമൻറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട്. ചിലരിത് അങ്ങനെ ആണോ ബ്രോ എന്ന് ചോദിച്ചിട്ട് ക്വസ്റ്റ്യൻ മാർക്കായിട്ട് കമൻറ്റ് ബോക്സിലും അല്ലാതെ പേഴ്സണലി വാട്സപ്പിലൊക്കെ എനിക്ക് മെസ്സേജ് ചെയ്യാറുണ്ട്. ഇത് ഒരു വ്യക്തി, കുറച്ച് പ്രായമുള്ള ഒരു വ്യക്തിനെ ഇങ്ങനെ ഡൽഹിയിൽ വന്ന് വണ്ടികൾ ഇങ്ങനെ എടുത്ത് വീഡിയോ ഒക്കെ കാണിച്ച് കൊടുത്തിരുന്ന ഒരാൾ, അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോയിൽ, ഇതിങ്ങനെ മീറ്റർ തിരിക്കാൻ വേണ്ടിയിട്ട് ദൂരുമ്പോൾ പൊട്ടുന്നതാണ്, അപ്പോൾ ഇത് കണ്ടാൽ തന്നെ ഉറപ്പിക്കുക വണ്ടിയുടെ മീറ്റർ തിരിച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ഒരു വീഡിയോ പ്രസൻറ്റ് ചെയ്തിരുന്നു. അതിൻ്റെ ഇടയിൽ പൂര തെറി പറയുന്നതും അല്ലാതെ പുള്ളിയെ കളിയാക്കിക്കൊണ്ടും അല്ലാതെ കുറ്റപ്പെടുത്തിക്കൊണ്ടും ഇതാണോ സത്യം എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റും കാര്യങ്ങളും കണ്ടിട്ട് ഞാൻ ആ വീഡിയോ കണ്ടതാണ്. പക്ഷേ ഇപ്പോൾ എൻ്റെ കയ്യിൽ അതിൻ്റെ ലിങ്ക് ഒന്നുമില്ല കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അത് ആരാ എന്താണെന്ന് പോലും എനിക്കറിയില്ല. ഞാനത് ആ ഒരു മൈൻഡിൽ വിട്ടു. പിന്നെ എന്നോട് ചോദിക്കുന്നിടത്തൊക്കെ പേഴ്സണലി ഞാൻ എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ഇതൊരു വീഡിയോ ആക്കി ചെയ്യണം എന്ന് തോന്നിയോണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആക്കി ചെയ്യുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ, പലരും ചോദിക്കാറുണ്ട് കേരളത്തിലെ വണ്ടിയുടെ പൊട്ടുന്നില്ല, പിന്നെ എന്തുകൊണ്ടാണ് ഡൽഹിയിലെ വണ്ടി, അതായത് ഡൽഹി, ഹരിയാന, യു പി ഇവിടെ നിന്ന് എടുക്കുന്ന നോർത്ത് നിന്ന് കൊണ്ടുവരുന്ന വണ്ടികൾ മാത്രം ഇത് പൊട്ടുന്നുള്ളത്. ഏറ്റവും ആദ്യം എടുത്ത് പറയേണ്ട ഒരു കാര്യം പറയാൻ, ഈ മീറ്റർ അയക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ വീഡിയോക്കകത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ കൊടുത്തൊരു വണ്ടിയുടെ ഇതിപ്പോൾ ലാസ്റ്റ് നമ്മൾ കണ്ടതാണ്. അത് ഈ മീറ്റർ അയക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും തന്നെ ഈ പറയുന്ന പോർഷൻ, ആ ഒരു AC വിൻഡിൻ്റെ സൈഡിൽ വരുന്ന പീസ് കാര്യങ്ങൾ നമുക്ക് അഴിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, അതിൻ്റെ തൊട്ട് താഴെയുള്ള പീസാണ് സത്യം പറഞ്ഞാൽ നമ്മൾ റിമൂവ് ചെയ്യേണ്ടത്. കാരണം അതിൻ്റെ ഇടയിലാണ് ഈ മീറ്ററിൻ്റെ സൈഡിലേക്ക് പോകുന്ന അവിടുത്തെ ഒരു കണക്ഷൻ്റെ ഒരു പാർട്ട് കണക്ഷൻ വരുന്നത്. ഇതുമായിട്ട് മറ്റേതിന് യാതൊരു തരത്തിലുള്ള ബന്ധമില്ല. പിന്നെ മീറ്റർ തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്രിസ്റ്റയുടെ അല്ലെങ്കിൽ ഫോർച്യൂണറിൻ്റെ ഒക്കെ മീറ്റർ തിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ OBD പോർട്ട് എന്ന് പറഞ്ഞാൽ അതിനിടയിൽ ഒരു പോർട്ട് ഉണ്ട്. അതിനകത്ത് നമ്മുടെ സ്കാനർ, OBD സ്കാനറോ അല്ലെങ്കിൽ അത് ഇതിന് വേണ്ട എക്യുപ്മെൻറ്റ്സ് കാര്യങ്ങൾ കണക്ട് ചെയ്തിട്ട് അവർ ഡിജിറ്റലായിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അതിന് ഈ മീറ്റർ കാര്യങ്ങൾ അയക്കേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ ഇത് എന്തുകൊണ്ട് പൊട്ടുന്നു എന്ന് ചോദിച്ചാൽ, സാധാരണഗതിയിലൊക്കെ നമ്മൾ എന്താ പറയുക, മാതാപിതാ ഗുരു ദൈവം എന്ന് പറയും. പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ കാലത്ത് നമ്മളെല്ലാം മാറ്റി മാതാപിതാ ഗൂഗിൾ ദൈവം എന്നാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗൂഗിളിനോട് തന്നെ നമ്മൾ ചോദിച്ചപ്പോൾ ഗൂഗിൾ ജെമിനി അതിന് വ്യക്തമായ ഒരു ഇത് തന്നിട്ടുണ്ട്. ഞാനത് സ്ക്രീൻഷോട്ട് ഞാൻ കാണിക്കാം, നിങ്ങൾക്ക് വായിക്കാൻ എളുപ്പത്തിന് വേണ്ടി ഞാനത് കാണിക്കുന്നുണ്ട്. കൂടാതെ ഞാൻ ടയോട്ടയിൽ വർക്ക് ചെയ്യുന്നതിന് ഉത്തരവാദിത്തപ്പെട്ട 1-2 നല്ല മെക്കാനിക്കലോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, ആ ഒരു മെറ്റീരിയൽ ഉണ്ടല്ലോ, അതിലേക്ക് നമ്മൾ ഈ നോർത്തിലൊക്കെ പറഞ്ഞാൽ അവിടുത്തെ ചൂട് കാലത്ത് നല്ല ഹീറ്റായിട്ടായിരിക്കും വണ്ടിയുടെ ഇൻറ്റീരിയർ ഇരിക്കുക. നമ്മൾ പുറത്തെവിടെയൊക്കെ വെയിലത്തൊക്കെ പാർക്ക് ചെയ്യുമ്പോൾ, കാരണം നമ്മുടെ കേരളത്തിലെ പോലെ കവേർഡ് പാർക്കിങ്ങിലൊന്നല്ല അധിക പേരും, ഒരു 90% ആളുകളും വണ്ടി പുറത്ത് വെയിലത്തും കാര്യങ്ങളും അല്ലെങ്കിൽ നല്ലൊരു പാർക്കിംഗ് ഗ്രൗണ്ടിലൊക്കെ ആയിരിക്കും വണ്ടി ഇട്ടിട്ടുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടിയുടെ ഉള്ളിൽ അത്യാവശ്യം നല്ല ലെവലിൽ ചൂടായിട്ടുണ്ടാവും. ആ ചൂടിലേക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ എന്നിട്ട് കയറിയിട്ട് AC ഓൺ ചെയ്യും. AC ഓൺ ചെയ്യുമ്പോൾ ഈ ഡ്രൈവർ സൈഡ് വരുന്ന AC വിൻഡ് അധിക ഡ്രൈവേഴ്സും നിങ്ങൾ ചെയ്യുന്നൊരു പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്നിട്ട് കുറച്ച് ഗ്ലാസ്സിലേക്ക് ആക്കുന്ന തരത്തിൽ സൈഡിലേക്ക് ചെരിച്ച് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് അതിലേക്ക് AC വിൻഡ് കാറ്റടിക്കുന്നതുകൊണ്ട് തന്നെ അതോടെ തണുപ്പായത് ഈ നല്ല ഹീറ്റായിട്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് പെട്ടെന്ന് അങ്ങോട്ട് കൂളാവും. ഈ കൂളാവുന്ന സമയത്ത് ആ മെറ്റീരിയലിന് വരുന്ന ക്രാക്ക് കൊണ്ടാണ് ഇത് എന്താ പറയുക പൊട്ടൽ വരുന്നത്. അതിങ്ങനെ പതുക്കെ ആയി കൂടുതലായിട്ട് വരും. അത് സ്റ്റിയറിംഗ് വീലിലും തന്നെ കാണാം. അപ്പോൾ കേരളത്തിലെ വണ്ടിയെ സംബന്ധിച്ചിടത്തോളം നമ്മളിവിടെ വണ്ടി വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് നമ്മളൊരു കവേർഡ് പാർക്കിങ്ങിലോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു മരത്തിൻ്റെ തണലിലൊക്കെ ഒത്തിരി വെയിലത്തൊന്നും ഇടാതെ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഒരു പൊട്ടൽ കാര്യങ്ങൾ കുറവ് സംഭവിക്കുന്നത്. അവിടുത്തെ വണ്ടികൾക്ക് കൂടുതലായിട്ട് ഇങ്ങനെ പൊട്ടാനുള്ള കാരണം വരുന്നത്. അല്ലാതെ ഒരിക്കലും ഈ വണ്ടിയുടെ മീറ്റർ തിരിക്കാൻ വേണ്ടി ഇത് അയച്ചുകൊണ്ട് സംഭവിക്കുന്നതല്ല കേട്ടോ ഇങ്ങനെ ഒരു പൊട്ടൽ. അല്ലെങ്കിൽ പിന്നെ അത് അതിന് മാത്രം ലെവലിൽ ഒട്ടും അറിയാത്ത ആളുകൾ വലിച്ചു പറിച്ചെടുക്കുമ്പോഴൊക്കെ ഉള്ളൂ അങ്ങനെ ഒരു പീസ് പൊട്ടുക. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ തൊട്ട് താഴത്തെ ഒരു പീസ് ഉണ്ടല്ലോ, ആ പീസാണ് യഥാർത്ഥത്തിൽ പൊട്ടേണ്ടത്. ഇപ്പം നമ്മളിങ്ങനെ പറയുമ്പോൾ ചോദിക്കും, അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടത്തെങ്ങാട്ടും ചൂടല്ലേ ഗൾഫ് രാജ്യങ്ങളിൽ എന്നുള്ളത്. അപ്പോൾ അതിനുള്ളൊരു മറുപടി എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ ടയോട്ടയിൽ തന്നെ അവരോടും ചോദിച്ചു. കാരണം പുറത്ത് നിങ്ങളുടെ വണ്ടി ഗൾഫിലൊക്കെ അവിടുത്തെ വണ്ടികൾക്കൊന്നും പൊട്ടലില്ല എന്നാണല്ലോ പലരും പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ടെന്ന്. അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് തന്നെ ശ്രദ്ധിച്ചാൽ അറിയാം, ഗൾഫ് രാജ്യങ്ങളിൽ വരുന്ന ഒരു വണ്ടിയുടെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയും നമ്മുടെ ഇവിടെ ഇന്ത്യയിൽ ഇറക്കുന്ന വണ്ടിയുടെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയും തമ്മിൽ വ്യത്യാസമുണ്ട്, നല്ല വ്യത്യാസമുണ്ട്. അത് വണ്ടികളുടെ കേസിൽ മാത്രമല്ല, പലതരത്തിലുള്ള പ്രൊഡക്ട്സ്. ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സുകൾ തന്നെ പലരും പുറത്തുനിന്നൊക്കെ ഉള്ളവർ ഇവിടെ വരുന്ന സമയത്ത് നമ്മൾ ഒരുമിച്ച് ഫുഡ് കഴിക്കാനും കാര്യങ്ങളൊക്കെ കയറുമ്പോൾ അവർ ഒരു കൊക്കക്കോള ഓർഡർ ചെയ്യും അല്ലെങ്കിൽ പെപ്സി ഓർഡർ ചെയ്യും. ഇത് കുടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ KFC ഒക്കെ കഴിക്കുന്ന സമയത്ത് ഒരു ഇതൊന്നല്ല അതിൻ്റെ ടേസ്റ്റ്, ഇത് പുറത്തുനിന്ന് കഴിക്കണം, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ അവർ കൊണ്ടുവരുന്ന പല ചോക്ലേറ്റ്സുകൾ, ഇവിടെ കിട്ടുന്ന പല ബ്രാൻഡിൽ കിടക്കുന്ന പല ചോക്ലേറ്റ്സ് ആണെങ്കിലും അതിൻ്റെ ടേസ്റ്റ് പുറത്തുനിന്ന് കൊണ്ടുവരണം, ഇവിടെ നമ്മൾ മേടിക്കുന്നത് നമ്മൾ ഡിഫറൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് ഈ വീഡിയോ കാണുന്ന പല പ്രവാസികളായ മലയാളികൾക്കും മനസ്സിലാവുകയും ചെയ്യും. ഇതേപോലെ തന്നെ അവരിവിടെ ഇറക്കുന്ന ടയോട്ടയുടെ വണ്ടിയാണെങ്കിലും തന്നെ അത് ഇവിടുത്തെ ഒരു പ്രൈസ് റേഞ്ചിലെ കാര്യങ്ങളിലേക്ക് ഇറക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെതായ തരത്തിലുള്ള ക്വാളിറ്റി മാറ്റം വണ്ടിക്ക് വരുന്നത് കൊണ്ടാണ്
ഇതേപോലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത്. അപ്പോൾ ഇത് ഒരിക്കലും എന്താ പറയുക, ഒരു ഇതായിട്ട് പൊട്ടിച്ചോണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും വേണമെന്ന് വെച്ച് ചെയ്യുന്നതല്ല. സ്വാഭാവികമായിട്ട് നാച്ചുറലി നമ്മുടെ നാട്ടിലൊക്കെ ഒരു 1,00,000 കിലോമീറ്ററിൻ്റെ മുകളിൽ ഓടുന്ന ഇനോവ ക്രിസ്റ്റകൾക്കും ടയോട്ടയുടെ ഫോർച്യൂണറുകൾക്കും ഇതുപോലുള്ള പല തരത്തിലുള്ള ക്രാക്കുകളും പല തരത്തിലുള്ള ഡിഫോൾട്ടുകളും കാര്യങ്ങളും ഓട്ടോമാറ്റിക്കലി നമ്മൾ കണ്ടുവരുന്നതാണ്. അപ്പോൾ അതൊന്ന് ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു വീഡിയോ ആക്കി ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഉടനെ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. ഇതേപോലെ തന്നെ വാഹനം സംബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്നെ വാട്സപ്പിൽ അറിയിക്കുക ചെയ്താൽ വരും ദിവസങ്ങളിൽ അതിനുള്ള ഉത്തരങ്ങളായിട്ട് ഇതുപോലെ ചെറിയ വീഡിയോസ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉടനെ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.